ഹായ് ഹലോ ഗുഡ് ഈവനിങ്. മൈ പോസിറ്റീവ് വൈബ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ്ങിൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ എന്ത് പ്ലാന്റ് ആണെന്നുള്ളതൊക്കെ വഴിയേ പറയാം. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഓരോ പ്ലാന്റായിട്ട് നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്നറിയാം. ഓരോ പ്ലാന്റും സെപ്പറേറ്റ് ആയിട്ടാണ് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വളരെ ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഇത് ഡെയ്സി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. നമ്മൾ മുന്നേ ഒരു 3 ഡെയ്സി പ്ലാന്റ്സ് വെറൈറ്റികൾ മൾട്ടി പെറ്റലിൻ്റെ മേടിച്ചിരുന്നു. ഇത് അതിലും വേറെ കളർ വെറൈറ്റിയിലുള്ള ഡെയ്സിയുടെ പ്ലാന്റാണ്. ഏറ്റവും നല്ലൊരു പ്ലാന്റ് തന്നെയാണ് അവർ അയച്ചു തന്നിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റാണ്. അപ്പോൾ 3 പ്ലാന്റ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല റൂട്ടായിട്ടുള്ള തൈകളാണ് കേട്ടോ. അതെ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല റൂട്ടിംഗ് ആയിട്ടുള്ള തൈകളാണ്. ഒന്നും അനക്കമൊന്നും പറ്റാതെ ഫ്രഷ് ആയിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുന്നതിനുള്ള പോട്ടി മിക്സ് നമ്മൾ ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 3 ചട്ടിയിൽ നമ്മൾ നോർമൽ സോയിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് ഞാൻ ഇന്നലെ ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് പൊട്ടി മിക്സ് ചൂടായിട്ട് നമ്മളിത് എടുത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ പ്ലാന്റ്സിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നലെ തന്നെ ഒന്ന് നനച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല നനവ് ഇതിനകത്തുണ്ട്. ഇനി ഇതൊന്ന് പോട്ട് ചെയ്ത് വെച്ചാൽ മതിയേ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നട്ട ഡെയ്സി പ്ലാന്റ്സൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പൂക്കളൊക്കെ പതുക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് കളഞ്ഞില്ല. പൂവൊന്ന് കാണാനുള്ള ഒരു ആകാംക്ഷയ്ക്ക് അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. ഒരാഴ്ച ഞാൻ തണലത്താണ് വെച്ചിരുന്നത്. ഇപ്പം പതുക്കെ ഞാൻ കുറച്ച് വെയിൽ കൊള്ളുന്ന ഭാഗത്തേക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ വേണം ഡെയ്സിയുടെ പ്ലാന്റ്സ് നമ്മൾ നട്ട് കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ 3 ഡെയ്സി പ്ലാന്റ്സുകളും നട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ പോട്ടി മീഡിയം റെഡിയാക്കി വെച്ചത് കൊണ്ട് നമുക്ക് നട്ട് കൊടുക്കേണ്ട ഒരു ഇത് വന്നിട്ടുള്ളൂ. പിന്നെ ഒരു ചെടിയിൽ മുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനതൊന്നും കളയുന്നില്ല. പിന്നെ സെമി ഷെയ്ഡായിട്ടുള്ളൊരു സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊരു പ്ലാന്റും നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച് കഴിയുമ്പോൾ അതിനൊരു ക്ഷീണോ കാര്യങ്ങളൊക്കെ വരും. ഒരു സ്ഥലത്തുനിന്ന് വരുന്നതല്ലേ. അപ്പം നമ്മൾ അതിനെ പിടിക്കുന്നത് വരെ നമ്മളൊരു സെമി ഷെയ്ഡ് പ്ലേസിൽ വെക്കേണ്ടത് അനുയോജ്യമാണ്. അതുപോലെ തന്നെ ഓരോ ചെടികൾക്കും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എവിടെയാണോ അവിടെ തന്നെ നമ്മൾ ചെടികളെയെല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ടും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഗാർഡനിൽ ബഞ്ചായിട്ട് ഫ്ലവറിങ്, പല കളറിലുള്ള ഫ്ലവറിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു പ്ലാന്റാണ് ഡെയ്സി പ്ലാന്റ്. 6 കളറിലുള്ള മൾട്ടി പെറ്റൽ ഡെയ്സിയാണ് നമുക്കിപ്പം നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള